നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റിയാണ്. അതായത് ഒരാൾ ഇന്ത്യയിൽ എപ്പോഴാണ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആകുന്നത്, അപ്പോൾ അയാൾക്ക് വരുന്ന ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഇൻകം ടാക്സ് നമ്മൾ അടയ്ക്കേണ്ട ഒരു സാമ്പത്തിക വർഷത്തിൽ നമ്മൾ അടയ്ക്കേണ്ട ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻകത്തെ മാത്രമല്ല, നമ്മളുടെ ഇന്ത്യയിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കൂടി കണക്കാക്കിയിട്ടാണ് ഏതൊക്കെ ഇൻകമാണ് ഇന്ത്യയിൽ ടാക്സബിൾ, അല്ലെങ്കിൽ ഏതൊക്കെ ഇൻകത്തിനാണ് നമ്മൾ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടതെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണ ഉള്ളതാണ്. അതായത് ഞാൻ ഒരു പ്രവാസിയാണ്, ഞാൻ പുറത്ത് എനിക്ക് വിസ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ എനിക്ക് ടാക്സിൻ്റെ ഒരു ലയബിലിറ്റിയും വരുന്നില്ല, ഞാൻ പ്രവാസി ആയതുകൊണ്ട് ഞാൻ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണ് എന്നുള്ളൊരു വിശ്വാസം പലർക്കും ഉണ്ട്. പക്ഷേ ഈ ഒരു ധാരണ തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഓരോ വർഷവും, അതായത് ഏപ്രിൽ തൊട്ട് മാർച്ച് വരെ വരുന്ന സാമ്പത്തിക വർഷത്തെ ഇന്ത്യയിൽ എത്ര ദിവസം താമസിച്ചു എന്നതിനെ കണക്കാക്കിയാണ് നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതും നമ്മളുടെ വിസയുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് പുറത്ത് ഒരു എംപ്ലോയ്മെൻറ്റ് ഉണ്ടെന്നോ ഉള്ളതായിട്ടൊന്നും ഇതിനെ ബന്ധപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊരു വിസ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ബാങ്കിൽ ഒരു നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ NRE അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടോ എന്നും നിങ്ങൾ നോൺ റെസിഡൻ്റായി മാറുന്നില്ല. നിങ്ങളുടെ ഇന്ത്യയിലെ പീരീഡ് ഓഫ് സ്റ്റേ കണക്കാക്കിയിട്ടാണ് നോൺ റെസിഡൻ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ നാട്ടിൽ വന്നതിന് ശേഷം പിന്നെയും ഈ നോൺ റെസിഡൻറ്റ് NRE അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോഴും ടാക്സ് ഒന്നും വരത്തില്ല, എനിക്കിപ്പോഴും NRE സ്റ്റാറ്റസ് ആണ് എന്നാണ് അങ്ങനെ പലരും തെറ്റിദ്ധരിക്കുന്നത്. പക്ഷേ ശരിക്കും നമ്മളുടെ നോൺ റെസിഡൻറ്റ് സ്റ്റാറ്റസ് ഇതിനെ ഒന്നുമല്ല ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ആ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ഇന്ത്യയിൽ എത്ര ദിവസം താമസിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണക്കാക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അതായത് ഇന്ത്യയിൽ നിയമം അനുസരിച്ചിട്ട്, അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണക്കാക്കുന്നതിന് 3 നിയമങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതൊന്ന് FEMA ആക്റ്റാണ്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്റ്റാണ്. അത് ഈ ബാങ്കിങ് പർപ്പസിനൊക്കെ അതാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് വരുന്നതാണ് ഈ ആധാർ UIDAIയുടെ ആക്ട് ഉണ്ട്, അതനുസരിച്ചിട്ട് നമുക്ക് നോൺ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വരുന്നുണ്ട്. ഇനി ഇൻകം ടാക്സ് ആക്റ്റാണ് മൂന്നാമത്തത്. ഇപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഇൻകം ടാക്സ് ആക്റ്റിൽ ഒരാളെ എങ്ങനെയാണ് നോൺ റെസിഡൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് ഇൻകം ടാക്സ് ആക്റ്റിൽ ബേസിക് ആയിട്ട് 2 കണ്ടീഷൻസ് ആണ് നമുക്ക് നോൺ റെസിഡൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏത് സാമ്പത്തിക വർഷത്തേക്കാണോ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണക്കാക്കുന്നത് ആ സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ ഇന്ത്യയിലുള്ള താമസം 182 ദിവസമോ അതിൽ കൂടുതലോ ആണെങ്കിൽ നിങ്ങൾ ഒരു റെസിഡൻറ്റ് ഇൻ ഇന്ത്യയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ വീണ്ടും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. റെസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ റെസിഡൻറ്റ്, ഓർഡിനറി റെസിഡൻറ്റ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നൊക്കെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. റെസിഡൻറ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് എന്നുള്ളത് മാത്രമേ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഒന്നാമത്തെ കണ്ടീഷൻ 182 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇന്ത്യയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായിരുന്നെങ്കിൽ ആ വർഷം നമ്മളൊരു റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ബേസിക് കണ്ടീഷൻസ് ഉണ്ട്. ആ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ താമസം, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ താമസം 60 ദിവസമോ അതിൽ കൂടുതലോ, അത് കഴിഞ്ഞിട്ട് ആ സാമ്പത്തിക വർഷത്തിന് പുറകിലോട്ടുള്ള ഒരു 4 സാമ്പത്തിക വർഷം എടുക്കുമ്പോൾ ആ വർഷത്തെ താമസം ഇന്ത്യയിൽ, ആ വർഷത്തെ എല്ലാം കൂടെ ടോട്ടൽ താമസം ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ അത് 365 ദിവസമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിലും നിങ്ങൾ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യും. അതായത് 2 കണ്ടീഷൻസ് ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ 182 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ. രണ്ടാമത്തെ കണ്ടീഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം 60 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ, പ്ലസ് അതിന് മുന്നോട്ടുള്ള 4 സാമ്പത്തിക വർഷം എടുക്കുന്ന സമയത്ത് അവിടെ 365 ദിവസം പലപ്പോഴായിട്ടാണെങ്കിലും ബ്രേക്ക് ഒരുമിച്ച് വേണമെന്നില്ല, 365 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇനി ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞ 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിലും ഈ രണ്ടാമത്തെ കണ്ടീഷൻ എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. അതിൽ കുറച്ച് എക്സംഷൻസ് ഉണ്ട്. നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റെസിഡൻ്റ് ആണ്. അവിടെ വേറെ ഒരു കണ്ടീഷൻസും അല്ലെങ്കിൽ എക്സംഷൻസും നമുക്ക് ആപ്ലിക്കബിൾ അല്ല. 182 ഡേയ്സിൽ കൂടുതൽ നിങ്ങൾ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആണ്. പിന്നെ നിങ്ങളുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്
അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലോബൽ ഇൻകം, ഈ ലോകത്ത് എവിടെ നിങ്ങൾക്ക് ഇൻകം ഉണ്ടെങ്കിലും ഇന്ത്യയിൽ നമ്മൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിന് നമുക്ക് ഡബിൾ ടാക്സേഷൻ, അതായത് നിങ്ങൾ മറ്റു രാജ്യത്ത് ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡബിൾ ടാക്സേഷൻസ് അവോയ്ഡൻസ് ട്രീറ്റീസ് ഉണ്ട്. അതനുസരിച്ചിട്ട് ടാക്സിന് കിഴിവിലേക്കും, പക്ഷേ നമ്മളുടെ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയാൽ ഗ്ലോബൽ ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി നമ്മളുടെ ബേസിക് കണ്ടീഷൻ 2, അതായത് 60 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, 365 ദിവസത്തിൽ കൂടുതൽ കഴിഞ്ഞ 4 സാമ്പത്തിക വർഷം എടുത്താൽ ഇന്ത്യയിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അതിനുള്ള എക്സംഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഈ കണ്ടീഷൻസ് ആപ്ലിക്കബിൾ അല്ലാത്ത ആൾക്കാരുണ്ട്. അതായത് 60 ദിവസത്തിൻ്റെ കണ്ടീഷൻ ആപ്ലിക്കബിൾ അല്ലാത്ത ആൾക്കാരുണ്ട്. അതിലാദ്യമായി വരുന്നതാണ് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയോ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന ആൾക്കാർ. അപ്പോൾ അത് നമുക്ക് ആദ്യമായിട്ടൊരു ജോലി കിട്ടി, നമ്മൾ ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് പോകുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങാനായിട്ട് നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണ്, അങ്ങനെയുള്ളവർക്ക് ഈ ബേസിക് കണ്ടീഷൻ 2, അതായത് 60 ദിവസം 365 ദിവസം എന്നുള്ള കണ്ടീഷൻ ആപ്ലിക്കബിൾ അല്ല. 182 ഡേയ്സ് മാത്രമേ നോക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തത്, നിങ്ങളൊരു ഇന്ത്യൻ ഷിപ്പിൻ്റെ അല്ലെങ്കിൽ ക്രൂ മെമ്പറായിട്ട്, ഒരു ഷിപ്പിൻ്റെ ക്രൂ മെമ്പറായിട്ട് നിങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ കണ്ടീഷൻ ആപ്ലിക്കബിൾ അല്ല. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇങ്ങനെയുള്ള ആൾക്കാർ ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യുവാണ്. അതായത് ഓൾറെഡി ഞാൻ ജോലിക്കായി പുറത്ത് പോയി, അവിടെ ഞാൻ സെറ്റിൽഡ് ആണ്, അല്ലെങ്കിൽ അവിടെ ഞാൻ ജോലി ചെയ്യുവാണ്, ബിസിനസ് ചെയ്യുവാണ്. അങ്ങനെയുള്ള ആൾക്കാർ വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. അങ്ങനെയുള്ളവർക്കും ഈ മൂന്നാമത്തെ കാറ്റഗറി ആൾക്കാർക്കും ഈ ബേസിക് കണ്ടീഷൻ 2, അതായത് 60 ഡേയ്സ് 365 എന്നുള്ള കണ്ടീഷൻ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും 182 ഡേയ്സ് എന്നുള്ള കണ്ടീഷൻ മാത്രമായിരിക്കും ആപ്ലിക്കബിളായിട്ട് വരുന്നത്. ഇനി ഇതിനകത്ത് ഒരു ഞാൻ ലാസ്റ്റ് പറഞ്ഞ, അതായത് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യയിലേക്ക് വിസിറ്റിംഗ് പർപ്പസിന് വരുന്നവരാണെങ്കിൽ അവർക്കൊരു ചെറിയൊരു ഒരു എക്സ്പാൻഷനും കൊണ്ടുണ്ട് അതിനകത്ത്. അതായത് നിങ്ങളുടെ ഇൻകം 15 ലക്ഷത്തിന് താഴെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ കണ്ടീഷൻ ആപ്ലിക്കബിൾ അല്ലാതെ വരുന്നുള്ളൂ. നിങ്ങളുടെ ഇൻകം 15 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഈ 60 ദിവസം എന്നുള്ളത് മാറ്റി 120 ദിവസമായി കണക്കാക്കും. അതായത് നിങ്ങൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം 120 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ, നിങ്ങളുടെ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലാണ്, അതുകൂടാതെ നിങ്ങളുടെ താമസം കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ 120 ദിവസത്തിൽ കൂടുതലുണ്ട്, അതിൻ്റെ പുറകിലോട്ടുള്ള 4 വർഷം എടുക്കുമ്പോൾ 365 ദിവസത്തിൽ കൂടുതലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങളെ ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇനി ഇത് കൂടാതെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, ഡീംഡ് റെസിഡൻ്റ് എന്ന് പറയും. അതായത് നിങ്ങളുടെ ടോട്ടൽ ഇൻകം, ഇന്ത്യയിൽ നിന്നുള്ള ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിന് മുകളിലാണ്, പക്ഷേ നിങ്ങൾക്ക് ലോകത്ത് എവിടെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ല. കാരണം നിങ്ങൾ ഒരു കൺട്രിയിൽ നിന്ന് അടുത്ത കൺട്രിയിലേക്ക് പോകുന്നു, അടുത്ത കൺട്രിയിൽ നിന്ന് അടുത്ത കൺട്രിയിലേക്ക് പോകുന്നു, എവിടെയും നിങ്ങൾ സ്ഥിരമായി താമസിക്കുന്നില്ല, 182 ദിവസം എവിടെയും താമസിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡൊമിസൈലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഒരു കൺട്രിയിലും റെസിഡൻ്റ് ആവുന്നില്ല. പിന്നെ നിങ്ങളുടെ ഇൻകം 15 ലക്ഷത്തിന് മുകളിലും ആണെങ്കിൽ നിങ്ങളെ ഇന്ത്യയിൽ ഡീംഡ് റെസിഡൻ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇന്ത്യയിൽ ടാക്സ്, അതായത് റെസിഡൻ്റ് എന്നുള്ള കാറ്റഗറിയിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇനി ഏതൊക്കെ ഇൻകമാണ് ടാക്സബിൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഇൻകം ടാക്സ് ചെയ്യും എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഇനി ഒരു അടുത്ത സെഷനിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ട് ഒരാൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യാനുള്ള ഇൻകം ടാക്സ് അനുസരിച്ചുള്ള കണ്ടീഷൻസ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഒരു പ്രവാസിയാണ്, അല്ലെങ്കിൽ എനിക്ക് പുറത്തൊരു ജോലിയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എനിക്ക് റെൻറ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, ഇതിനൊന്നും ഞാൻ ടാക്സ് കൊടുക്കേണ്ട എന്നുള്ള നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. ഇന്ത്യയിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, നിങ്ങൾ ഇന്ത്യയിൽ എത്ര ദിവസം താമസിച്ചു എന്നുള്ളത് ആദ്യം കണക്കാക്കുക. നിങ്ങൾ നോൺ റെസിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഫോറിൻ ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇനി നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്, അതായത് പ്രവാസ ജീവിതം അവസാനിച്ച് നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ പലർക്കും ഒരു ഡൗട്ടാണ്, അവിടെ ഞാൻ ഏൺ ചെയ്ത ഇൻകം അത് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് NRE അക്കൗണ്ട് കൺവേർട്ട് ചെയ്ത് ഞാൻ നോർമൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാക്കി മാറ്റുമ്പോൾ ഞാൻ ടാക്സ് കൊടുക്കണോ എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ റിപ്പാട്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് അവിടെ വെച്ച് നിങ്ങൾ ഏൺ ചെയ്ത എത്ര രൂപയാണോ നിങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന പൈസയ്ക്ക് ഒരു ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അത് നാട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ എന്തെങ്കിലും ഡെപ്പോസിറ്റാക്കി മാറ്റുകയോ അല്ലെങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുകയോ ചെയ്യുമ്പോൾ അതിന് വീണ്ടും നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കും. അതിന് നമ്മൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പോൾ ആ മണി നമ്മൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് അസറ്റിലാകാം, ബാങ്കിലാകാം,
എവിടെയായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് വീണ്ടും ഇൻകം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് ടാക്സ് ലയബിലിറ്റി വരും. അല്ല നമ്മൾ റിപ്പാട്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പൈസയ്ക്ക് ടാക്സ് ലയബിലിറ്റി ഉണ്ടാകുന്നതല്ല. താങ്ക് യു.